RR കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂരിലെ നഴ്സിംഗ് പഠനം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന കേരള സമൂഹത്തിന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമസ്കാരം, ഞാൻ MK തോമസ്. RR കോളേജിൻ്റെ വാർത്ത ഞാൻ നേരത്തെ 1-2 ചെയ്തിരുന്നു. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഈ RRൻ്റെ കുറേ ഗുണ്ടകൾ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഓഡിയോ ഒന്ന് കേൾക്കുക. ഹലോ, എടാ നീ ഒന്നും മിണ്ടുന്നില്ല, ഒന്നും പറയുന്നില്ല. എന്തെല്ലാം പരിപാടികളാ നീ ഇതിനു മുമ്പൊക്കെ ഇതേപോലെ പരിപാടി ചെയ്ത്? നാണമില്ലൂടാ? എന്തെങ്കിലും ജോലി ജീവിച്ചൂടാടാ? ഇങ്ങനാണോ നീ കാണിക്കുന്ന ഓരോ പരിപാടികൾ? വീഡിയോ ഇടുന്നതിന് മുമ്പ് കോളേജുകാരോട്ട് ബാർഗൈൻ ചെയ്തു. അവൻ ഇപ്പൊ റെക്കോർഡ് ചെയ്യുമായിരിക്കും, ഞങ്ങൾക്കറിയാം. നീ റെക്കോർഡ് ചെയ്ത് നീ തൊലിക്ക്, നീ പോലീസിൽ കൊടുത്ത് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ. അത് നീ മനസ്സിലാക്കുക. നിന്റെ വോയിസ് റെക്കോർഡർ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് വെച്ചിട്ട് അത്രയും ധൈര്യത്തിലടാ ഇത് കാണിക്കുന്നത്. ആ ബലത്തിലാണ് ഈ സംസാരിക്കുന്നതെന്ന് ഓർത്തോടാ. ഹലോ, നിനക്കൊന്നും മിണ്ടാനില്ല? നിന്റെ കണ്ണാക്കി ഒട്ടിപ്പോയടാ. നിനക്കൊന്നും മിണ്ടാനില്ലടാ? മിണ്ടാണ്ടിരുന്ന് നീ റെക്കോർഡ് ചെയ്തിട്ട് നാളെ നിന്റെ വിഴുപ്പ് ചാനലിൽ അത് തൊലിക്കാനാണ്. ഈ തൊലിക്കടാ, ഞങ്ങളും കൂടെ ഫേമസ് ആവട്ടാ. നീ ബാർഗെയിൻ ചെയ്ത് ഓരോരുത്തടുത്തും വിളിച്ച് ഓരോ രീതി ബാർഗെയിൻ ചെയ്ത് ഓടിയ നമ്മുടെ കയ്യിലുണ്ടാ. അതുപോലെ ഒന്നും കാണാനല്ലടാ വിളിക്കുന്നത്. ഇതേപോലെ തന്തയ്ക്കും എല്ലാം പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ലടാ. തല്ലി കൊല്ലാനായിട്ട് നാട്ടുകാർ കൊട്ടേഷൻ കൊടുത്തത് ബാംഗ്ലൂരുള്ളവര്. നീ എന്ത് വിചാരിക്കുന്നു? നീ എന്ത് ഉദ്ദേശിക്കുന്നു? നീ ഇതേപോലെ എല്ലാ കോളേജിനും ഇതേപോലുള്ള രീതിയിൽ ഓരോ പരിപാടികൾ കാണിക്കും. നീ അതുകൊണ്ട് അങ്ങ് വലിയ മഹത്തനാവുന്നു നീ ഉദ്ദേശിക്കുന്നത്? എടാ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കണ എന്തോരം പൈസ വേണമെന്നറിയോ? ഈ പൈസയും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി ഇത്രയും സ്റ്റുഡൻസും കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞിട്ട് കൊണാന്ന് എന്തോന്ന് ചെയ്യുന്നത്? ഇപ്പൊ കൊണാന്നുള്ള രീതി വെക്കുന്ന സമയത്ത് നിനക്ക് തൊലിക്കേണ്ട കാര്യമൊന്നും നമുക്കൊന്നും ഇല്ല. മനസ്സിലാടാ? നീ RRന്റെ അടുത്താണോ കളിക്കുന്നത്? ഞങ്ങളുടെ ഒരു 5-6 പേര് വന്ന് തിന്നാവോ? 5-6 പേര് തിന്നാവോന്ന്? RRനെ കൂടി തൊലിക്കും. അവരുടെ ഭീഷണിയാണ്, വധഭീഷണി. ഞാൻ RR സ്ഥിതി ചെയ്യുന്ന പരിസരം ചിക്ബാനാറിലോട്ട് വരിക, ബാക്കി കാണിച്ചു തരാം. ആ കൂട്ടത്തിൽ എന്നെ ഭീഷണിപ്പെടുത്താൻ കൂടുന്ന ഒരു സ്ത്രീയും ഉണ്ട്. അതാ ഞാൻ പറയുന്നത്, പെൺകുട്ടികളും ഈ മാർഗത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നുവെന്ന്. പിന്നെ ഇതിൻ്റെ എല്ലാം പിന്നിൽ നടക്കുന്ന തിരക്കഥ അതിൻ്റെ സെക്രട്ടറി HR കിരൺ എന്ന് പറയുന്ന മാന്യദേഹമാണ് എന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. പിന്നെ മൊത്തം ഇതിപ്പോൾ FIR റെഡിയാക്കി ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ. ഒരുപാട് നടപടിക്രമങ്ങൾ ഇനി നടക്കാനുണ്ട്. എനിക്കെതിരെ വധശ്രമത്തിന് ഭീഷണി മുടക്കിയതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണം. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ പോകും. അവിടെ കിട്ടിയാൽ സുപ്രീം കോടതിയിൽ പോകും, അത് ഉറപ്പാണ്. കാരണം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഫീസ് നിയന്ത്രണം ഉണ്ടെന്ന്. ഇവരങ്ങനെയൊന്നുമല്ല. ഈ കുറെ മലയാളി ഏജന്റുമാരുണ്ട്, പിണിയാളന്മാർ. അവരുടെ പേരൊക്കെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും എൻ്റെ ഈ നമ്പറിൽ ഒരു വാട്സപ്പ് ചോദിച്ചാൽ പരാതിയുടെ കോപ്പി തരാം, FIRന്റെ കോപ്പി ഞാൻ കൊണ്ട് തരാം. എന്നാ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം. ഒരുപാട് അന്വേഷണം ഇനിയും വരാം. RRന്റെ ഭാഗത്ത് അന്വേഷണങ്ങൾ പരാതി വേറെ പോയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഉള്ള പരാതി ഇനിയും കയറും. അപ്പം പൊതുസമൂഹം പ്രത്യേകം സൂക്ഷിക്കുക. അവിടെ കുറേ മലയാളീസ് ഉണ്ട്. അവിടുത്തെ ഈ മലയാളി മെയിൻ ഏജന്റുമാർ കള്ളും കഞ്ചാവും ഒക്കെ മേടിച്ചു കൊടുത്താണ് ഈ ആൺപിള്ളേരെ വശത്താക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. രക്ഷിതാക്കൾ നോക്കുക. താല്പര്യമുള്ളവരൊന്നും say no to this kind of institutions such as RR College of Nursing and there itself Manjunatha College of Nursing, then NRR College of Nursing. Forget about these colleges. വേണ്ടെന്ന് വെക്കുക. All these people are very, very notorious. ഒരു ഭയങ്കര ഭീകരന്മാരാണ്. പിഴിഞ്ഞ് പൈസ മേടിക്കും. നിയമവിരുദ്ധമായ നേഴ്സിംഗ് പഠനം. അപ്പം ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ തീരുമാനം വേണ്ടെന്നാണെങ്കിൽ അതുമായിട്ട് മുമ്പോട്ട് പോവുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. ചാനൽ താല്പര്യത്തോടെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക,
കമൻ്റൊക്കെ ഏജന്റുമാർ ഇപ്പം വരും. ഇതുപോലെ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.